कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे ഈശ്വര പ്രാർത്ഥന കുമാരി ഗംഗാകൃഷ്ണ. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുവാനായി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ചെങ്ങന്നൂർ ജില്ലയുടെ മാന്യ സഹസംഘചാലക് ഡോക്ടർ ബി ജയപ്രകാശ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. അശ്വിനി ദേവ് നമ്മെ വിട്ടുപിരിഞ്ഞു. വിട്ടുപിരിയാതെ ദീപ്തമായ കുറച്ച് ഓർമ്മകൾ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ലഘുവായി പരിചയപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന വ്യക്തികളിൽ 99% ആൾക്കാർ എന്നേക്കാൾ പരിചിതരാണ് ശ്രീ അശ്വിനി ദേവ്. എങ്കിലും യോഗത്തിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ ഓണാട്ടുകരയുടെ നവോത്ഥാന ചരിത്രത്തിലെ ഇടിമുഴക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ പിന്മുറക്കാരനാണ് ശ്രീ ഡി അശ്വിനി. നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണങ്ങളിലൊന്നതായിരിക്കും. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ചെറുമകനാണ് അശ്വിനി ചേട്ടൻ്റെ അച്ഛൻ ദിവാകര പണിക്കർ. ദിവാകര പണിക്കർ കമലമ്മ ദമ്പതികൾക്ക് 5 മക്കൾ. അതിൽ 4-ാമനായിട്ട് അശ്വിനി ദേവ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡിഗ്രിക്ക് ശേഷമാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ABVP അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം പൊതുജീവിതം ആരംഭിക്കുന്നു. പിൽക്കാലത്ത് അദ്ദേഹം യുവമോർച്ചയുടെ ഒരു ജ്വാലാമുഖമായി മാറുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട്. ഉജ്ജ്വലമായ വാഗ്മി, കാവ്യഭാഷയിൽ പറഞ്ഞാൽ നിന്ന് കത്തുന്ന വാക്കുകൾ, എരിയുന്ന ചിന്തകൾ, പ്രതിരോധത്തിൻ്റെ വൻമതിലുകൾ തീർക്കുകയും അപ്രതിരോധ്യമായിട്ടുള്ള പോർമുഖങ്ങളൊക്കെ തുറക്കുകയും ചെയ്യാൻ ചങ്കുറപ്പുള്ള ഒരു നേതാവായി അദ്ദേഹം വളർന്നു. BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജില്ലയുടെ സെക്രട്ടറി, കൾച്ചറൽ സെല്ലിന്റെ BJPയുടെ കൾച്ചറൽ സെല്ലിന്റെ സംസ്ഥാന ചുമതല വഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം BJPയുടെ മേഖലാ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ സ്വന്തം കഴിവുകൊണ്ട്, പരിശ്രമം കൊണ്ട് ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അദ്ദേഹം നടന്നു കയറുകയായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1.5 വർഷം മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിൽ ജീവൻ മാത്രം അവശേഷിപ്പിച്ച് ബോധം അസ്തമിച്ച് അദ്ദേഹം നമ്മളോടൊപ്പം കുറേയേറെ നാൾ കഴിഞ്ഞു. പൊന്നുപോലെ നോക്കി അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നമ്മുടെ പ്രവർത്തകരും. ഇന്ന് സഞ്ജയനമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വളരെ ആദരവോടെ ഇവിടെ ഓർക്കുന്നു. അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചു പോയ ശക്തമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വവും ആകർഷണീയമായ ഒരു മതവ്യക്തിത്വവും BJPയുടെ കായംകുളത്തെ ഒരു ഔദ്യോഗിക മുഖമായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ സാംസ്കാരിക ദേശീയത എന്ന ആശയത്തിന് എന്താണ് പ്രസക്തി എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഏകാത്മ മാനവ ദർശനത്തിന്റെ അകമെന്ത് എന്ന് അറിഞ്ഞിരുന്ന വ്യക്തി, അതിന്റെ ഘടന എന്ത്, അതിന്റെ പ്രസക്തി എന്ന് അറിഞ്ഞിരുന്ന വ്യക്തി. ആ നിലയിലാണ് കെടാത്ത പ്രേരണയുമായി അദ്ദേഹം നമുക്കിടയിൽ ജീവിച്ചു മരിച്ചു. അയ്യപ്പസ്വാമിയുടെ
ഒരു നിതാന്ത ഭക്തനായിരുന്നു അദ്ദേഹം. കുംഭമേള അവിടെ പോവുക, ചെട്ടുകുളങ്ങര കുംഭഭരണിക്ക് തത്സമയ കമന്ററികൾ പറയുക, മകരവിളക്കിന് തത്സമയ കമന്ററികൾ പറയുക. അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സരസ്വതി കടാക്ഷത്തോടുകൂടി നമുക്കിടയിൽ നമ്മുടെ നെഞ്ചിൽ നിന്നും കത്തി നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ശ്രീ ഡി അശ്വിനി ദേവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വേറിട്ട് നിർത്തുന്നത് ഇത് മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുമായിരുന്നു, മനുഷ്യൻ എന്ന ഒരു വലിയ മഹാസത്തയും മതം, രാഷ്ട്രീയം ഇവ കൊണ്ട് വിഷപ്പടങ്ങുന്ന, ഇവ മാത്രം കൊണ്ട് വിഷപ്പടങ്ങുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അടുപ്പമുള്ളവരോടൊക്കെ ഈ ആശയം അദ്ദേഹം പങ്കുവെക്കുമായിരുന്നു. മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് മനുഷ്യാസ്തിത്വത്തിന് ചില മാനങ്ങളുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഉറച്ച ബോധ്യത്തിലാണ് ജീവിച്ചത്. അത്തരം മാനങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ തക്ക കെൽപ്പുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കലകളുടെ ലോകത്തിലേക്ക്. അച്ഛൻ കലാകാരനായിരുന്നു, അമ്മ കലാകാരിയായിരുന്നു. കലകളോട് ഇത്രമാത്രം പ്രണയമുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഇത്രയും സാഹിത്യകാരന്മാർ, ഡോക്ടർ ചേരാവള്ളി ശശിയെ പോലെ, അതുപോലെ പേരെടുത്ത് പറയേണ്ട ധാരാളം വ്യക്തികൾ എൻ്റെ മുമ്പിലിരിക്കുന്നു. അതേപോലെയുള്ള ധാരാളം വ്യക്തികൾ എന്തുകൊണ്ട് ഇവിടെ എത്തി? അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന കലാവ്യക്തിത്വത്തിന്റെ മികവ് കൊണ്ടാണ്. നന്നായി പാടും, നമ്മുടെ ഹൃദയം സ്പർശിക്കുന്നതിൽ ഭജനകൾ ആലപിക്കും. സംഗീതം ആസ്വദിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പരിപാടി കഴിഞ്ഞിട്ട് ചെട്ടുകുളങ്ങരയും കണ്ടിയിലും ഒക്കെ പോയി സശ്രദ്ധം 1-ാം നമ്പർ പാട്ടുകാരുടെ കച്ചേരി ഇങ്ങനെ പുറയിലിരുന്ന് താളം പിടിച്ച് ചെവി കൂർപ്പിച്ച് കേൾക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സംഗീതത്തെ ഇത്രമാത്രം പ്രണയിക്കാൻ കഴിയും ഒരു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിന് അഭിനയ സ്ക്രിപ്റ്റ് എഴുതും, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൽ അനുസരിച്ചിട്ട് ആൾക്കാരെ തയ്യാറാക്കി അത് സംവിധാനം ചെയ്യും നാടകം. ചരിത്രത്തോടുള്ള വലിയ ആഭിമുഖ്യം. ചെട്ടുകുളങ്ങര കുംഭഭരണിയുടെ തത്സമയ കമന്ററികൾ പറയുമ്പോൾ ഈ ഓണാട്ടുകടയുടെ മുഴുവൻ ചരിത്രവും ചാലിച്ച് പശ്ചാത്തലമൊരുക്കിയാണ് അദ്ദേഹം ആ കമന്ററി പറയുന്നത്. ശ്രദ്ധിക്കുന്നത് എത്ര സൂക്ഷ്മവും വ്യക്തവുമായ ചരിത്രബോധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഹിസ്റ്ററി MA സെക്കൻഡ് ഇയർ വെച്ച് നിർത്തി. മലയാളം അദ്ദേഹം പാസ്സായ. ചരിത്രബോധം കൊണ്ട്, അതിലുപരി മനുഷ്യ സ്നേഹം കൊണ്ട്, രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായ ഒരു വലിയ സ്നേഹബന്ധം മനുഷ്യരോട് പുലർത്താൻ, സൗഹൃദം കൂടാൻ, അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള അശ്വിനി ദേവന്റെ കഴിവിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കൂടിയവരിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും ആദരണീയരായിട്ടുള്ള കന്യാസ്ത്രീകൾ, സിസ്റ്റർമാർ. അവരെന്തുകൊണ്ട് ഈ വേദിയിൽ വന്നു എന്ന് ആലോചിക്കുമ്പോൾ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറം മനുഷ്യനെ തിരിച്ചറിയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കരഞ്ഞത് എത്ര പേരാണ്. ഒരു സവിശേഷത കൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്വാഗതത്തിലേക്ക് കിടക്കാൻ. വലിയ അഭിമാനബോധമായിരുന്നു. ചിലപ്പോൾ ഇച്ചിരി അതിര് കിടക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിക്കും. അപ്പൊ അശ്വിനി ചേട്ടനോട് ചോദിച്ചാൽ അശ്വിനി ചേട്ടൻ ഒരു മറുപടിയുണ്ട്. ഈ അഭിമാനബോധമാണ് എൻ്റെ കവചം. തൊഴിലില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ അറിഞ്ഞ് സഹായിക്കുമായിരുന്നെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും എൻ്റെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് മുമ്പിൽ നട്ടല് കുനിയാതെ, ഒരാരോപണങ്ങൾക്കും വിധേയമാകാതെ, താഴെ വീഴുന്ന പണം കയ്യിൽ കിട്ടിയാൽ തൊട്ടടുത്ത ദേവാലയം, അത് ക്രിസ്ത്യൻ, ഹിന്ദു,
മുസ്ലിം ദേവാലയം എന്ന വ്യത്യാസമില്ലാതെ അതിന്റെ കാണിക്ക വഞ്ചിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു നിസ്വനെ പോലെ വീട്ടിൽ അമ്മ കാലത്ത് വെച്ച കഞ്ഞി അതിനമ്മ കാവലിരുന്ന് വൈകുന്നേരം 11 മണിയായാലും അശ്വിനി വരുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന അമ്മയുടെ കൈകൊണ്ട് വിളമ്പിയ കഞ്ഞി കുടിക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് ഓടാൻ എനിക്ക് കഴിയുന്നതുണ്ടല്ലോ. എൻ്റെ ഈ അഭിമാന ബോധം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ അനവധി വശങ്ങളുണ്ട്, അവിടേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, ഉറപ്പുറ്റ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ നാടിന്റെ സാംസ്കാരിക ചൈതന്യത്തിലുള്ള അദ്ദേഹത്തിന്റെ വലിയ വിശ്വാസം കൊണ്ട് അവിടുന്ന് ഊറി വന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മധൈര്യം. മനോഹരമായി പാടും അരണ്യാന്തര ഗഹ്വരോധന തപസ്ഥാനങ്ങളിൽ. ഇത്ര മനോഹരമായിട്ടാണ്, സംഗീതാത്മകമായിട്ടാണ്. ആരന്തർമുഖം ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടിയലഞ്ഞു, അവരിലെ ചൈതന്യമാണ് എൻ്റെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്നത് എന്ന് പറയാനുണ്ടായിരുന്ന ഒരു ആർജവമുണ്ട്. അതാണ് അശ്വിനി ദേവനെ അശ്വിനി ദേവാക്കുന്നത്. അശ്വിനി ദേവന്റെ വ്യക്തിത്വത്തിന്റെ സുഗന്ധം ഭാരതീയ സംസ്കാരത്തിന്റെ നന്മകളെ സ്വാംശീകരിച്ച് ലയിപ്പിച്ചെടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ കഴിവായിരുന്നു. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഉടുപ്പിൽ, മടപ്പിലൊക്കെ ഈ നാടിന്റെ സംസ്കൃതിയുമായുള്ള ഒരു ആത്മബന്ധത്തെ പ്രഖ്യാപിക്കുവാനും അതിനനുസരിച്ചിട്ട് തലയുയർത്തി നടക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കോടി പ്രണാമങ്ങൾ. അദ്ദേഹത്തിന് മതങ്ങൾ വിഭാവന ചെയ്യുന്ന സ്വർഗത്തിനപ്പുറം പുനരാവൃത്തിയില്ലാത്ത ശാന്തിയുടെ ഏകാന്ത അദ്വയ ശാന്തി ഭൂവിന് അധികാരമുണ്ട്. അവിടെ അദ്ദേഹം ലയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. വളരെ ഇഷ്ടമായിരുന്നു കുമാരനാശാന്റെ കവിത. രാഷ്ട്രീയക്കാരൻ ഇത്രമാത്രം കവിതകൾ പ്രണയിച്ചിരുന്നത് എനിക്കറിയില്ല. കടമ്മനിട്ടയുടെ ശാന്ത, കിരാതവൃത്തം, പുതിയ കവികളുടെ ഏത് കവിതയും അതിമനോഹരമായി. അദ്ദേഹം ഒരു ചെറിയ സാഹിത്യ സദസ്സിലൊക്കെ സജീവാംഗമായിരുന്നു. പനച്ചുരാനും പൗമ്പ പത്മനാഭനും ഒക്കെ ഉണ്ടായിരുന്ന, ശേപാൽ രാജേന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സാഹിത്യ സദസ്സിൽ സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ തിരക്കുകൾക്ക് ഇടയിൽ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്ന ഒരു 4 പേര് ഞാൻ പാടിയിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. കുമാരനാശന്റെ ദുരവസ്ഥയിൽ അദ്ദേഹത്തെ പോലെ മനോഹരമായി എനിക്ക് പാടാനറിയില്ല. ഈ നാടിന്റെ സംസ്കൃതിയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധത്തെ വിളിച്ചറിയിക്കുന്ന 4 വരികൾ. വല്ലപ്പോഴുമൊക്കെ അദ്ദേഹം മൂളുമായിരുന്നു. ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശമായി, ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കിടും പ്രഭാസാരമായി, ശോകാശങ്കയിഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തി ഭൂവിന് നമസ്കാരം, നമസ്കാരമേ. ഈ ഏകാന്തവും അദ്വയവുമായ ആ ശാന്തി ഭൂവിലാണ് അദ്ദേഹം അലിഞ്ഞു ചേർന്നിരിക്കുന്നതെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. ആ ശാന്തി ഭൂവിനും അവിടെ അലിഞ്ഞു ചേർന്ന അദ്ദേഹത്തിന്റെ അസ്തിത്വത്തിനും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് ശ്രീ വി മുരളീധരൻ അവരുകൾ. വലിയ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ, ഭാരതത്തെ കൈപിടിച്ചുയർത്തുന്ന, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഭാരതത്തെ പരിവർത്തനപ്പെടുത്തുന്ന ഒരു വൻ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കേരളത്തിലെ പ്രതിനിധിയായി നമുക്കെന്നും കരുത്തുറ്റ ഒരു നേതൃത്വ സ്ഥാനത്തിരുന്നുകൊണ്ട് ദിശാസൂചിയായി നിലകൊള്ളുന്ന ശ്രീ വി മുരളീധരൻ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഉടൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വി മുരളീധരൻ, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, ആദരവോടെ, വലിയ തിരക്കുകളുണ്ടായിട്ടും അശ്വിനി ദേവിനോടുള്ള ആത്മബന്ധം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേരാമെന്ന് നമുക്ക് ഉറപ്പു തന്ന ശ്രീ വി മുരളീധരൻ അവർക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ഞാനിവിടെ ആശംസിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം നമ്മുടെ ഈ യോഗത്തിലെ അനുഗ്രഹം ചൊരിയുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതാ അമൃതാനന്ദമയി ആശ്രമത്തില് അമ്മയുടെ പ്രമുഖ ശിഷ്യന്മാരിലൊരാളായിട്ടുള്ള വേദാമൃതാനന്ദപുരി അവറുകളാണ്.
സ്വാമിജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സഭയിലേക്ക് സ്വാമിജിയെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഞാൻ ക്രമം വീക്ഷിക്കാതെ പറയുകയാണ്. MLA ഇവിടെ എത്തിച്ചേരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൾക്കാരുടെ ക്രമത്തിലങ്ങ് പറയുകയാണ്. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനായി നിലകൊള്ളുന്നത് അദ്ദേഹമാണ്. ഈ പരിപാടിയെല്ലാം സംഘടിപ്പിക്കുന്നത്. പ്രസാഗേട്ടും സതീശനും ബാക്കി എല്ലാവരോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. യോഗത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ മാത്രം ശ്രീ MV ഗോപകുമാരൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വളരെ അപകടകരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി കരുത്തുറ്റ ഒരു നേതൃത്വം, അതിനുള്ള പാടവം തനിക്കുണ്ടെന്ന് തെളിയിച്ച് വളരെ ആശാവഹമായ രീതിയിൽ ജില്ലയിലെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന പ്രിയങ്കരനായ നേതാവ് കൂടിയിട്ടാണ് ശ്രീ MV ഗോപകുമാർ. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു. അഡ്വക്കേറ്റ് U പ്രദീപ് എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അശ്വിനി ചേട്ടനുമായിട്ട് ഒരു വലിയ വ്യക്തിപരമായ സൗഹൃദം സൂക്ഷിക്കുകയും, ഈ യോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി തിരക്കുകളുണ്ട്, ഒക്കുന്നെങ്കിൽ ഞാൻ അവിടെ എത്താമെന്ന് വളരെ സ്നേഹപൂർവ്വം സമ്മതിക്കുകയും മരണത്തിലും മരണാനന്തര ചടങ്ങിലുമൊക്കെ സർവാത്മന സഹകരിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA അഡ്വക്കേറ്റ് U പ്രതിഭ അവരുകളെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടു ശ്രീ AR മോഹൻജിയാണ്. AR മോഹൻജി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത കാര്യകാരി സദസ്സിനാണ്. വിശ്വവിഭാഗിന്റെ, അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനാ സംവിധാനത്തിന്റെ സംയോജകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങൾ നേരുന്ന ക്ഷേത്രം എന്ന ഒരു ദക്ഷിണ ക്ഷേത്രത്തിന്റെ കാര്യവാഹായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സകല തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം വളരെ ദൂരെ നിന്ന് നമ്മുടെ ചാരയ്ക്ക് ചേർന്നിരിക്കുകയാണ്. ശ്രീ AR മോഹൻജിയെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കുമ്മനം രാജശേഖരൻ ആദർശത്തിന്റെ ആൾ രൂപമാണ് ഈ കേരളത്തിൽ. രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, എത്ര കണ്ട് സംശുദ്ധമായിരിക്കണമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇതിനേക്കാൾ പറ്റിയ മറ്റൊരു വ്യക്തിയില്ല. ഇത്രയ്ക്ക് സ്ഫടിക ശുദ്ധതയോടുകൂടി രാഷ്ട്രീയത്തെ സമീപിക്കുകയും യാതൊരുവിധ അഹംഭാവവുമില്ലാതെ നമ്മളിൽ ഒരുവനായി എല്ലാ പ്രശ്നങ്ങളിലും നമ്മളോടൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്ന ബഹുമാനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ സാറിനെ, കുമ്മനം ചേട്ടനെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നു, അകലമില്ലാതെ നമ്മളോട് ഒത്തു നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവിനെ ഈ വേദിയിലേക്ക് സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. ശശികല ചേച്ചിയുടെ കാര്യമാണ്. എൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ സംഘാടകർ ജയപ്രകാശ് എല്ലാവരുടെയും പേരിൽ എടുത്തു പറഞ്ഞു. കാരണം ഈ മനുഷ്യന്റെ അനുസ്മരണത്തിന് വരുന്ന എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യണം. അതിന് 2 മിനിറ്റ് കൂടുതലെടുത്താലേ വേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശശികല ചേച്ചി വരികയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറക്കരുത്. ഏത് രാഷ്ട്രീയവുമായിക്കൊള്ളട്ടെ, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെതിർ ചേരിയിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അംഗമാണ്, ശക്തമായ പ്രവർത്തകതയാണ്. പക്ഷെ ആ ചേച്ചി അശ്വിനി ദേവ് വീണു എന്ന് കേട്ട ആ നിമിഷം വീട്ടിൽ നിൽക്കുന്ന വസ്ത്രത്തിൽ കയ്യിലിത്തിരി പൈസയും മുറുകെ പിടിച്ചുകൊണ്ട് അശ്വിനി ദേവിനെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തി. എന്തുപറ്റി എന്റെ അശ്വിനിക്ക്? ഒരു സഹോദരിയെ പോലെ അശ്വിനിയുടെ മുഴുവൻ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും മരണസമയത്ത് ആരും അറിയാതെ കണ്ണു തുറച്ചിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്ത ശശികല ചേച്ചി അഭിമാനത്തോടെ ഈ അനുസ്മരണ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആരാധ്യയായിട്ടുള്ള MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ഞാൻ സ്വാഗതം പറഞ്ഞു. എങ്കിലും ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് ഇത്ര ആവേശം പകർന്നുകൊണ്ട് അവരെ ശരിയായ ദിശയിലേക്ക്, രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയാക്കി അവരെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ കായംകുളത്തെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനിയായിട്ടുള്ള MLA ഈ വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പുഷ്പകുമാർ സാർ അദ്ദേഹത്തിൻ്റെ MLA ആണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. വാർഡ് മെമ്പറായിട്ടുള്ള അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഡ്വക്കേറ്റ് MR രാജശേഖരൻ സാറാണ്. രാജശേഖരൻ സാറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ മുൻ മുനിസിപ്പൽ കൗൺസിലറാണ്. അശ്വിനി ചേട്ടനുമായിട്ട് സാറിൻ്റെ ചേട്ടനും വലിയ സൗഹൃദമാണ്, വലിയ സ്നേഹബന്ധമുണ്ട്. സാറിനെ ഈ വേദിയിലേക്ക് നമ്മുടെ കായംകുളത്തിലെ സകല പ്രവർത്തനങ്ങൾക്കും ഭാഗഭാക്കാകുന്ന പൊട്ടക്കണയത്ത് ശ്രീ പ്രൊഫസർ രാജശേഖരൻ സാറിനെ വിനയത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ അവർ കായംകുളം ബാറിലെ പ്രമുഖനായിട്ടുള്ള അഡ്വക്കേറ്റാണ്. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഉന്നത സമിതിയുടെ അംഗമാണ്. അദ്ദേഹവും അശ്വിനി ചേട്ടനുമായിട്ട് സഹോദര നിർവിശേഷമായ ഒരു ആത്മബന്ധമുണ്ട്. അവർ തമ്മിലൊക്കെ സംസാരിക്കുന്നിടത്ത് സാറിന് അറിയില്ലെന്നേ ഉള്ളൂ, ഞാൻ അവിടെ നിലകൊണ്ടിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി തവണ ഞാൻ സാറും അശ്വിനി ചേട്ടനും തമ്മിലുള്ള ഈ സൗഹൃദം, ഈ രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് എന്തൊരു വലിയൊരു സ്നേഹബന്ധമാണ് അവർ തമ്മിലുള്ളത് എന്ന് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഇ സമീർ എന്തുകൊണ്ടും യോഗ്യനാണ് ഈ വേദിയിലെത്തുവാൻ. KPCCയുടെ സെക്രട്ടറിയാണ്, അശ്വിനി ചേട്ടന്റെ ഉറ്റ സുഹൃത്താണ്. എന്ത് കാര്യത്തിനും അശ്വിനി ചേട്ടനോടൊപ്പം നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ സന്നദ്ധത കാട്ടിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഇ സമീർ. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ പ്രദീപ് ലാലിയേട്ടൻ അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പ് പോലെയാണ്. പണ്ട് 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് AVP-യുടെ പ്രവർത്തനം, BJP-യുടെ പ്രവർത്തനം, അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തനം, ഇതിനൊക്കെ ബന്ധപ്പെട്ട് വൈകിട്ട് കൂടിയിരുന്ന് സംസാരിക്കുന്നത് പ്രദീപേട്ടന്റെ കടയിലായിരുന്നു. ചേട്ടൻ്റെ ചൂടൽ കടയുണ്ടായിരുന്നു. കമ്മിറ്റിയും വർത്തമാനങ്ങളും ഒക്കെ അവിടെയാക്കി പ്രദീപേട്ടൻ ഒരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ വളരെ ബുദ്ധിമുട്ടി അത് കുടിച്ചിട്ട് അഭിമാനം അത് സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ട പ്രദീപ് എന്നൊക്കെ പറയും. നീ കുടിയടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ടൊക്കെ വിടുന്ന അത്രയ്ക്ക് ആത്മബന്ധമുള്ള പ്രദീപേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കട്ടച്ചിറ ദിനേശ് ശിവസേനയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജീവൻ സാറ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ അതേ പരമ്പരയിൽ പെടുന്ന വ്യക്തിയാണ്. ജീവൻ സാറ് പോളിടെക്നിക്കൽ പ്രൊഫസറായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം അതിനുശേഷം ശ്രീബുദ്ധയിൽ ഒരു 6-7 കൊല്ലത്തോളം പ്രൊഫസറായിട്ട് തന്നെ ജോലി നോക്കിയിട്ടുണ്ട്. ഉറ്റമിത്രമായിരുന്നു അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭാഗവത ചൂടാമണിയായിട്ടുള്ള ശ്രീ പള്ളിക്കൽ സുനിൽ അവர்கள் ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഈ ആധ്യാത്മിക രംഗവുമായിട്ട് അശ്വിനി ചേട്ടനുള്ള ബന്ധം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ ആത്മബന്ധം, സൗഹൃദം പങ്കിട്ടിരുന്ന വ്യക്തികളാണ് അവർ ഇരുവരും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പി അരവിന്ദാക്ഷൻ അവറുകളാണ്. അദ്ദേഹവും ശശികല ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അതോടൊപ്പം വ്യത്യസ്ത രാഷ്ട്രീയത്തിലെ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇവരൊക്കെയാണ് നമുക്ക് മാതൃകയാകേണ്ടത്. എല്ലാത്തരം ആശയപരമായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ശിവദാസൻ സാറോടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹവും അതിന് ഉദാഹരണമാണ്. എല്ലാ ആശയ വൈരുദ്ധ്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ ശക്തമായൊരു സൗഹൃദവും സ്നേഹബന്ധവും ഒരു അനിയനെ പോലെ അദ്ദേഹത്തെ കരുതുകയും ഒക്കെ ചെയ്യാനുള്ള സന്മനസ് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് അരവിന്ദാക്ഷൻ സാറ്. രാഷ്ട്രീയത്തിലെ വിശ്വസിക്കാവുന്ന തീർത്തും ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തി, എങ്കിലും എന്തൊരു സ്നേഹം
എന്തൊരു കരുതലാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഡ്വക്കേറ്റ് ബോബൻ സാറിന്റെ വിശേഷണം, ഇവരെല്ലാം കൂടെ ചേർന്നൊരു സംഘടന ബോധി എന്നൊരു കൾച്ചറൽ സൊസൈറ്റി തുടങ്ങിയിരുന്നു. അതിന്റെ സ്ഥാപക അംഗം കൂടിയിട്ടാണ് അശ്വിനി ചേട്ടൻ. ഈ കായംകുളത്തെ പ്രമുഖനായിട്ടുള്ള അഡ്വക്കേറ്റും അതുപോലെ തന്നെ ബോധി കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ബോബൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൃഷ്ണകുമാർ, അതുപോലെ തന്നെ സിനിൽ കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റാണ്, BJP-യുടെ. ശ്രീ സിനിൽ സഭ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ്. അതുപോലെ തന്നെ എനിക്ക് പേര് അറിയാത്ത വേദിയിൽ ABVP-യുടെ സംസ്ഥാന ഭാരവാഹി, അതുപോലെ തന്നെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പന്തളം പ്രതാപചേട്ടൻ, പുഷ്പദാസ് സാറ്, എല്ലാവരെയും ആരെങ്കിലും ഞാൻ ഒഴിവായിട്ടുണ്ടെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കണം. ഈ വേദിയിൽ ഇതിൽ കൂടുതൽ സംസാരിക്കാനുള്ള ഒരു സമയം അനുവദിക്കാത്തത് കൊണ്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, അശ്വിനി ചേട്ടനോട് വലിയ ഹൃദയബന്ധമുള്ള പൗരപ്രമുഖരും വിശിഷ്ട വ്യക്തികളും എൻ്റെ മുമ്പിലുണ്ട്. പാറയിൽ രാധാകൃഷ്ണൻ ചേട്ടനെ പോലെ ഒരുമിച്ച് ഉണ്ടുറങ്ങി കിടന്നിരുന്നു ഒത്തിരി പേർ. ഞാൻ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല, എല്ലാവരെയും. അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സഹപ്രാന്ത സമ്പർക്ക പ്രമുഖമായിട്ടുള്ള CC സെൽവൻ ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം 35 വർഷമായി അവിവാഹിതനായി മുഴുവൻ സമയ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുന്ന ആദർശധീരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമുക്കിവിടെ വളരെ എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളായി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായി, അദ്ദേഹത്തിന്റെ അനുയായികളായി, എന്നെ പോലെ അനുജന്മാരായി ഒക്കെ പ്രവർത്തിച്ച പെങ്ങന്മാരായി, അതുപോലെ തന്നെ അമ്മമാരായി, അതുപോലെ തന്നെ സുഹൃത്തുക്കളും കൂട്ടുകാരികളും ഒക്കെയുമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധന ജില്ലാ അധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർ അവരുടെ വേദിയിലും സദസ്സിലും ഉപേക്ഷയായിരിക്കുന്ന പ്രിയമുള്ള കുട്ടികളെ, പ്രിയപ്പെട്ട അശ്വിനി ചേട്ടൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാൻ നമ്മുടെ ഈ വേദി മതിയാവും. ഈ വേദിയിലുള്ള രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും ഇന്ന് ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ സ്വാഗതം പ്രസംഗിക്കാൻ D. അച്യുതദേവ് ആരായിരുന്നു എന്നതിൻ്റെ ഒരു ഹ്രസ്വമായ ചിത്രം ഈ യോഗത്തിൽ അവതരിപ്പിച്ചു. എനിക്ക് വലിയൊരു പ്രസംഗം നടത്താനൊന്നും ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ആരാധനായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി V. മുരളീധരൻ അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് അശ്വിനിജിയെ പറ്റി 2 വാക്ക് പറയാനുള്ള അവസരം ഈ യോഗത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് അശ്വിനി ചേട്ടനെ കൂടുതൽ അറിയാൻ എനിക്ക് അവസരമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും അനുസരിച്ച് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സാംസ്കാരിക രംഗത്ത് അഗാധമായിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹത്തെ തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് വേണ്ട തരത്തിൽ കഴിഞ്ഞോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അദ്ദേഹം 2 തവണ കൗൺസിലറായി രണ്ടാമത് മത്സരിക്കുമ്പോൾ ഞങ്ങൾ അത്രയും അടുത്ത് ഇടപഴകുന്ന ഒരു സമയമായിരുന്നു.
അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, സ്വാധീനമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലത്ത് അവിടെ മത്സരിച്ച് ജയിക്കാനുള്ള ഒരു ധൈര്യം, ഒരു ആത്മവിശ്വാസം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്താണ്. അവിടെയും അദ്ദേഹം വിജയിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വയ്യാതായി, അദ്ദേഹം അപകടത്തെ തുടർന്ന് ചികിത്സയിലായി കിടന്ന സമയത്ത് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായതിനു ശേഷം അവിടെ പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ ഉണ്ടായതിൻ്റെ 100 ഇരട്ടി പിന്തുണയാണ് ആ നാട്ടിലെ ജനങ്ങൾ. അത് മാത്രം മതി അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു തെളിവ്. വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും വിമർശിക്കുമ്പോഴും ഒരു പാർട്ടിയെ എങ്ങനെ അംഗീകരിക്കണം, ആ പാർട്ടി പ്രവർത്തനത്തിൽ എങ്ങനെ ചേരണം എന്ന് വളരെ വ്യക്തമായി ബോധ്യമുള്ള, ആദർശത്തോട് അങ്ങേറ്റം കടപ്പാടുള്ള, ആദർശം ജീവിതത്തിൽ പകർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുള്ള, ഉത്തമനായിട്ടുള്ള ഒരു ഭക്തനായ ഒരു മനുഷ്യസ്നേഹി, ഒരു സാധാരണക്കാരൻ, എല്ലാവരുടെയും ഇടയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം, ഒരു രാഷ്ട്രീയ ജാടയുമില്ലാതെ നമ്മളോടൊപ്പം നടന്ന് അദ്ദേഹം നമ്മളിൽ നിന്നും ഇന്ന് പോയി പറഞ്ഞിരിക്കും. തീർച്ചയായും അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അത് നമുക്കാർക്കും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ നമ്മൾ കണ്ട് പരിചയമുള്ളവർക്ക് അവസാനം കാണാതിരുന്നെങ്കിൽ നന്നായി എന്ന് ചിന്തിച്ച ഒരു സന്ദർഭമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ തരത്തിലുള്ള അനുഭവങ്ങളുമായി കൂടിയിട്ടുള്ള എല്ലാവരുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അനുസ്മരണ പ്രഭാഷണത്തിനായി ആദരണീയായ കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നുള്ളത്. കാരണം ഞാൻ ഈ കായംകുളത്ത് വന്നിട്ട് ഏകദേശം 8 വർഷമായി കായംകുളത്തെ MLA എന്ന നിലയിൽ നിയമസഭയിൽ ഇവിടുത്തെ ജനപ്രതിനിധിയായി പ്രതികരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് മുമ്പുമൊക്കെ ഈ പറഞ്ഞ പോലെ ഇടത് രാഷ്ട്രീയത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ള 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നല്ലോ ഞാനും പ്രിയപ്പെട്ട ശ്രീ അശ്വിനി ദേവ്. അപ്പം അദ്ദേഹം നേരത്തെ ഇവിടെ ശ്രീ ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യനായിരുന്നു എല്ലാ അർത്ഥത്തിലും. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയപരമായി നല്ല രൂപത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ തന്നെ സ്നേഹപൂർവ്വമുള്ള കലഹം പലതരമുണ്ടല്ലോ, പക്ഷെ അതിൽ സ്നേഹപൂർവ്വം കലഹിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ വളരെ വേഗം അദ്ദേഹത്തിൻ്റെ റോള് തീർത്ത് ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം മടങ്ങിപ്പോയി എന്നുള്ളൊരു ദുഃഖം ഈ അവസരത്തിൽ ഹൃദയത്തിൽ തൊട്ട് രേഖപ്പെടുത്തുകയാണ്. കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ സരസനായിരുന്നു, വളരെ രസകരമായി സംസാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഇവിടെ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ആദരണീയരായ നിരവധി വ്യക്തികൾ, അതെല്ലാം നമ്മളെല്ലാവരുടെയും പേര് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള, പക്ഷേ BJP എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്നും ഓടിയെത്തുന്ന കുമ്മനം രാജശേഖരൻ അടക്കം, നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കം വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ സ്റ്റേജിലും സദസ്സിലും അതുതന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലുള്ളവർ, വ്യാപാര സമൂഹത്തിൻ്റെ പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ എല്ലാവരും ചേരുന്നൊരു വേദി സദസ്സുമാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അശ്വിനി ദേവ് എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരു സമയം ഫേസ്ബുക്കിൽ എന്തോ എഴുതി എന്നെക്കുറിച്ച്. അപ്പോൾ അത് അത്ര നന്നായിട്ടല്ല എഴുതിയത്. അശ്വിനി ചേട്ടൻ ഇടയ്ക്ക് അങ്ങനെ ഇച്ചിരി ഒരു കുസൃതിയൊക്കെ നമ്മളോട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദേഷ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അതിനകത്ത് ഇങ്ങനെ ഈ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുമ്പോൾ അങ്ങും ഇങ്ങും പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു എനിക്ക് ബാംഗ്ലൂർ 3 സ്പാ സെൻറ്റർ ഉണ്ടെന്ന്. അപ്പോൾ എഴുതി ബാംഗ്ലൂർ പ്രതിഭയ്ക്ക് 3 സ്പാ സെൻറ്റർ ഉണ്ടെന്ന് എഴുതി. അപ്പം ഞാൻ
ഞെട്ടിപ്പോയി. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു ബിസിനസ്സും അറിയാവുന്ന ആളല്ല, ഇന്നുവരെ ഞാൻ ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു വന്നപ്പോൾ എന്തോ അശ്വിനി ചേട്ടാ എന്നെപ്പറ്റി അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അശ്വിനി ചേട്ടന് ഭയങ്കര വിഷമമായി അങ്ങനെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം അത് ആരും തെറ്റിദ്ധരിപ്പിച്ചതെങ്കിലും അതിനുശേഷം ഒരുപാട് വേദികളിൽ ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പം തമാശ കലർന്ന ചെറിയ ചെറിയ സംഭാഷണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യന് പ്ലസൻ്റ് ആയിരിക്കാൻ കഴിയും അല്ലേ? ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് എല്ലാവർക്കും എപ്പോഴും പ്ലസൻ്റാണ്. ഞാൻ പറഞ്ഞു ഇത്തരം സംഭാഷണങ്ങൾ പലപ്പോഴും ഈ വിഷമം ഉണ്ടാക്കുന്നതാണ്. അനുസ്മരണ പ്രഭാഷണങ്ങൾ ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇത്തരം വേദികളിൽ അനുസ്മരണ പ്രഭാഷണം കഴിഞ്ഞ് കൈയടിക്കേണ്ട എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അനുസ്മരണ പ്രഭാഷണത്തിന് നമ്മൾ കൈയടിക്കേണ്ട ആവശ്യമില്ല. ഒരാളെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഓർമ്മകൾ മാത്രമേ നമ്മളോടൊപ്പമുള്ളൂ. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് ആ വീട്ടിലെത്തിയപ്പം എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് അടുപ്പമുള്ള ആർക്കും ആ മുഖത്തോട്ട് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ശ്രദ്ധിച്ച മുഖത്തോട്ട് നോക്കാൻ കഴിയില്ല. അത്ര ചൈതന്യമുള്ള ഒരു മനുഷ്യൻ. ഒരുപാട് പ്രാർത്ഥനയും അതുപോലെ ശബരിമല തീർത്ഥാടന കാലഘട്ടത്തിൽ ഞങ്ങൾ കറുപ്പൊക്കെ കൊടുത്തു വരുമ്പോൾ ഞങ്ങളെല്ലാവരും തമ്മിൽ പ്രത്യേകമായിട്ട് ഇന്ന് പറയാം. അശ്വിനി ചേട്ടൻ്റെ ആ ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ വേഗം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് റോളുകൾ ചെയ്യാനുണ്ടാകും. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാണ്, നൈമിഷികമാണ്. നമ്മളിപ്പോൾ ഒരു വർഷം 365 ദിവസം കണക്കാക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ ബാഹുല്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ കുറവാണ് നമ്മൾ കണക്കൊക്കെ എടുക്കുന്നത്. പക്ഷെ മനുഷ്യൻ ഉള്ള സമയം പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി അഗ്രസീവ് പൊളിറ്റിക്സ് ഉള്ള സ്ഥലമാണ്. അഗ്രസീവ് പൊളിറ്റിക്സാണ്. പക്ഷേ ഈ പൊളിറ്റിക്സിനപ്പുറം എല്ലാവരും തമ്മിൽ ഒരു വ്യക്തിബന്ധവും ഹൃദയബന്ധവും കാത്തു സൂക്ഷിക്കാനും ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ തമ്മിൽ അവസാന ദിവസം കണ്ട ഒരു ഓർമ്മ മാത്രം പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്. കാരണം കൂടുതൽ സംസാരിച്ചാൽ വിഷമമുണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അത്തരം സന്ദർഭങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയധികം ഇവെല്ലാവരുമായിട്ടും എനിക്ക് മുമ്പ് ഞാൻ വന്ന സമയം ഇപ്പോഴത്തെ ചെയർപേഴ്സന് മുമ്പ് അഡ്വക്കേറ്റ് ശിവദാസനായിരുന്നു ചെയർമാൻ. ഞങ്ങൾ തമ്മിൽ 5 വർഷം ആ നഗരസഭയിലെ കൗൺസിലറായിരുന്നു. അതിനുശേഷം വന്നപ്പോഴും അദ്ദേഹം കൗൺസിലറായിരുന്നു അല്ലേ? തുടർച്ചയായിട്ട് കൗൺസിലറായിരുന്നു. ആ വാർഡിലെ ജനങ്ങൾക്കൊക്കെ അങ്ങേയറ്റം ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹമായിട്ട് ഹൃദയബന്ധമുണ്ടായിരുന്നു. ഒരു ചിങ്ങം 1-നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലാസ്റ്റത്തെ ഒരു പരിപാടി ചിങ്ങം 1-നാണ്. നമ്മളെല്ലാവരും കൂടി ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തപ്പം ഭയങ്കര നിർബന്ധം MLA പാട്ട് പാടണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പുറകിലിരുന്നിട്ട് എന്നോട് ഒരു MLA പാട്ട് പാടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് പറയുന്നത്. മാത്രമേ അദ്ദേഹം ഓപ്പണായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും. ഇപ്പം നമ്മൾ നന്നായിട്ട് വന്നാൽ പറയും നന്നായിട്ടുണ്ട്, മോശമായിട്ട് വന്നാൽ പറയും നിങ്ങൾ കുറച്ച് മോശമായിട്ടിരിക്കും. ഇതിങ്ങനെയൊക്കെ പറയുന്നൊരു അത്രയും സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്ന ആളായിരുന്നു. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആർക്കും അത്രയും അറിയില്ലായിരിക്കും ഞാനിവിടെ അത്രയും സ്വാതന്ത്ര്യമായി ഇടപെടുന്ന ഒരാളായിരുന്നുവെന്നും ഓപ്പോസിറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായതുകൊണ്ട് പലപ്പോഴും ആരും അത് വിശ്വസിക്കത്തില്ല. അപ്പം അന്ന് പാട്ട് പാടി ഞങ്ങളെല്ലാവരും ചേർന്ന് പാട്ടൊക്കെ പാടി പിറ്റേ ദിവസം നമ്മുടെ ആശുപത്രിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണോ പിറ്റേ ദിവസമാണോ എന്ന് അന്ന് തന്നെ ആശുപത്രിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോയത്. അന്നാണ് ആക്സിഡൻറ്റ്. അത് ഞങ്ങൾ നഗരസഭയുടെ ഉപകരണങ്ങളുടെ വിതരണം ആശുപത്രിയിൽ നടത്തി. അവിടെയും വന്ന് ആ ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാനും ഫർസാനയും ഞങ്ങളെല്ലാം എടുത്തിങ്ങനെ നോക്കിയപ്പോൾ നിറഞ്ഞ ചിരിയാണ് എല്ലാവരും. എല്ലാ രാഷ്ട്രീയം മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് നിന്ന് ചിരിച്ച് അവിടെയും ഒരുപാട് തമാശകൾ അശ്വിനി ചേട്ടൻ പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേദന തന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആ പരിപാടിയിൽ വെച്ച് പറഞ്ഞു ഒരുപാട് നല്ല MLA ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു അശ്വിനി ചേട്ടൻ പറഞ്ഞത് വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ എന്ന് തമാശയായിട്ട് പറയുകയും ചെയ്തു. വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല, തമാശയായിട്ട് പറയാൻ ഒരുപാട് നല്ല MLA നല്ല വാക്കുകൾ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് പറയുകയും ചെയ്തു. അന്ന് വൈകുന്നേരമാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഓർത്തു ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. മനുഷ്യജീവിതത്തിൻ്റെ ഒരു നൈമിഷികതയെക്കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യജീവിതം ഇത്രയേ ഉള്ളൂ എന്നുമൊക്കെയുള്ള ഒരുപാട് വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോരുത്തരുടെയും വേർപാട് നമ്മൾക്ക് നൽകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ പരസ്പരം എന്തിൻ്റെ പേരിലാണെങ്കിലും കലഹിക്കാതെ ആശയങ്ങളെല്ലാം മനസ്സിലാണ്, അതിനുവേണ്ടി നമ്മൾ നിലനിൽക്കണം, നിലപാടെടുക്കണം. പക്ഷേ അങ്ങേയറ്റത്തുള്ള വൈരനിര്യാതന ബുദ്ധിയോടുള്ള വൈരാഗ്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ പ്രതികാരത്തോടു കൂടിയുള്ള ഒന്നിനും
ആരുടെയും മനസ്സിൽ ഇടമില്ല, സ്നേഹത്തോടു കൂടിയുള്ളതെല്ലാമാണ് അവശേഷിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇടപെടലിലൂടെയും ഒക്കെ ഞങ്ങൾക്ക് തെളിയിച്ച് തന്നിട്ടുള്ള ആ മനുഷ്യൻ വലിയ മനുഷ്യനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അശ്വിനി ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ഒരു ഗീതം ആലപിക്കുവാനായി ശ്രീ എസ്.കെ. ശ്രീജിത്ത് അവരെ ക്ഷണിക്കുന്നു. കഠിന കണ്ടകീർണമാണെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. പതിചിതറിക്കിടക്കുന്നൊരസ്ഥികൾ പതിരിപ്പൂ മരണമെന്നോദവേ, പതറിടാറുണ്ടു മാനസമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. പകയുമീർഷയും നഞ്ഞു പുരട്ടിയ പരുഷതയുടെ മുള്ളുകളേൽക്കയാ, പകയുമീർഷയും നഞ്ഞു പുരട്ടിയ പരുഷതയുടെ മുള്ളുകളേൽക്കയാ, പദയുഗങ്ങൾ ചുടുചോരവാക്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. അതിവിദൂരമാം ചക്രവാളത്തിലും അകലയാണെനിക്കെത്തേണ്ടതെങ്കിലും, അതിവിദൂരമാം ചക്രവാളത്തിലും അകലയാണെനിക്കെത്തേണ്ടതെങ്കിലും, അയുധജന്മങ്ങളാവശമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. അനുഗമിച്ചവരെന്നെ വെടിഞ്ഞിടാം, അരുമയുള്ളവർ പോലും ഒഴിച്ചിടാം. അനുഗമിച്ചവരെന്നെ വെടിഞ്ഞിടാം, അരുമയുള്ളവർ പോലും ഒഴിച്ചിടാം. ഒടുവിലേകനായി തീർന്നിടാമെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. യതുവരേക്കെൻ്റെ നാഡീ ഞരമ്പുകൾ ഹൃദയരക്തത്തുടിപ്പേറ്റു പാടുമോ, യതുവരേക്കെൻ്റെ നാഡീ ഞരമ്പുകൾ ഹൃദയരക്തത്തുടിപ്പേറ്റു പാടുമോ, അതുവരേക്കും പ്രളയം വരുകിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ.
കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. കഠിന കണ്ടകാകീർണമാണെങ്കിലും കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാനീ വഴിത്താരയെ, വെടിയുകില്ല ഞാനീ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ. സ്വർഗീയ ഡി അശ്വിനി ദേവിൻ്റെ അനുസ്മരണ ശ്രദ്ധാഞ്ജലി യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ അശ്വിനി ദേവിൻ്റെ അനുസ്മരണം എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ, മുൻ മിസോറാം ഗവർണറുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അവർ, ബഹുമാന്യയായ MLA ശ്രീമതി യു പ്രതിഭ അവർ, കായംകുളം നഗരസഭാ അധ്യക്ഷ ശ്രീമതി ശശികല അവർ, വേദിയിലുള്ള കായംകുളത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ അശ്വിനി ദേവിൻ്റെ വേർപാട് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളതാണ്. അശ്വിനി ദേവിന് അപകടം ഉണ്ടായി ആശുപത്രിയിലായി എന്നുള്ള വിവരം വന്നത് മുതൽ ഒരുപക്ഷെ ഈ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകളോടൊപ്പം, ഈ നാട്ടിൽ മാത്രമല്ല അശ്വിനി ദേവിനെ അറിയുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളോടൊപ്പം ജീവിതത്തിലേക്ക് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ച ഒരാളാണ്. അശ്വിനി ദേവുമായിട്ടുള്ള പരിചയം വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ അശ്വിനി ദേവ് കായംകുളം MSN കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് ഏതാണ്ട് 35-36 വർഷങ്ങളായിട്ടുള്ള പരിചയം. എൻ്റെ ഓർമ്മ 1987-ലോ 88-ലോ ആണ്. ആദ്യമായിട്ട് കാണുന്നതല്ല, കൂടുതലെടുത്ത് ഇടപെടാൻ തുടങ്ങുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത്, വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഒരു 2 വീലർ എന്ന് പറയുന്നത് അന്ന് വലിയൊരു ആഡംബരം.
കോളേജ് യൂണിയൻ ഇലക്ഷൻ നടന്ന അവസരത്തിൽ ചേർത്തലയിൽ നിന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി കായംകുളത്തും മാവേലിക്കരയും വരെ ഒരു 2 വീലറിൽ അശ്വിനിദേവ് ഞാനും കൂടി എല്ലാ കോളേജുകളും സന്ദർശിച്ച് ആ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഒരു യാത്ര നടത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അന്ന് 2 വീലർ ഓടിച്ചിരുന്നത് അശ്വിനിദേവായിരുന്നു. അശ്വിനിദേവിന്റെ ഓടിച്ച 2 വീലറിന്റെ പിറകിലിരുന്നു കൊണ്ടാണ് അന്ന് വിദ്യാർത്ഥി പരിഷത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അഖിലേന്ത്യാ സെക്രട്ടറിയെ കൊണ്ട് അശ്വിനിദേവ് അങ്ങേയറ്റം മുതൽ ആലപ്പുഴ ജില്ലയുടെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ യാത്ര ചെയ്തു. പിന്നീട് നിരവധി അനുഭവങ്ങൾ, നിരവധി ഇടപെടലുകൾ, ഒരുമിച്ചുള്ള യാത്രകൾ, സംഘടനാ യോഗങ്ങൾ, സാധാരണ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി സംഘടനാ പ്രവർത്തനത്തിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുകയും അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുന്നതിനപ്പുറത്ത് കായംകുളത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അശ്വിനിദേവ് ആ കാലത്ത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് നിന്ന് കലയും നാടകവും എഴുത്തും വായനയും അതെല്ലാമായിട്ട് ഇടപഴകുന്ന എല്ലാവരിലും അവർ എന്നും ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിൻ്റെയും അവർക്കെല്ലാവർക്കും ഓർമ്മിക്കാൻ എക്കാലവും സാധിക്കുന്ന തരത്തിലുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ ഉടമസ്ഥൻ എന്നുള്ള നിലയിലാണ് അശ്വിനിദേവ് അവിടെ നിങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായി. ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും വഴികൾ താണ്ടി മുന്നോട്ട് പോയി. വിദ്യാർത്ഥി പരിഷത്തിന്റെ ഞാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് നെഹ്റു യുവ കേന്ദ്രയുടെ ചുമതലയായി. നേരിട്ട് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനുഭവം കുറവായിരുന്നുവെങ്കിലും കായംകുളം വഴി പോകുമ്പോൾ KPSC ജംഗ്ഷനിലെ വീട്ടിനടുത്ത് നിർത്തി ബസ്സിൽ പോകുന്ന കാലഘട്ടത്തിൽ കായംകുളത്ത് ഇറങ്ങാനുള്ള അവസരമുണ്ടായാൽ അവിടെ ഇറങ്ങി ചിലപ്പോൾ ഒന്ന് കണ്ട് സംസാരിച്ച്, പിന്നീട് വാഹനങ്ങളിൽ ആയി യാത്ര എന്നുള്ള സ്ഥിതി വന്നപ്പോൾ പോകുന്ന വഴി ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിച്ച് പോകുന്ന ഒരു ശീലം, ഒരു ബന്ധം, ആ ബന്ധം അന്ന് മുതലുള്ളതാണ്. കായംകുളത്ത് അശ്വിനിദേവിന്റെ വീട്ടിനടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിലെ സിസ്റ്റർമാരെ അങ്ങനെ ഒരു യാത്രക്കിടയിൽ അശ്വിനിദേവ് പരിചയപ്പെടുത്തി. ഒരു തവണ രാമകൃഷ്ണ ആശ്രമത്തിൽ കൊണ്ടുപോയി. പിന്നീട് പലപ്പോഴും കായംകുളത്ത് വരുമ്പോൾ രാത്രി എനിക്ക് താമസിക്കാനുള്ള ഒരു കേന്ദ്രം കായംകുളം രാമകൃഷ്ണ ആശ്രമമായിരുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ട് എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, നിരവധി ഓർമ്മകൾ, അത് കേവലം ഒരാളോട് മാത്രമുള്ളതോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ആളുകളോട് മാത്രമുള്ളതോ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളത്തിലുടനീളം അശ്വിനിദേവ് ആകസ്മികമായും സംഘടനാപരമായിട്ടുള്ള യാത്രകളിലൂടെയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായും ഒക്കെ നടത്തിയിട്ടുള്ള യാത്രകളിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ മുഴുവൻ തന്നെ
തൻ്റെ സുഹൃത്ത് വലയത്തിൽ എന്നും നിലനിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആത്മബന്ധം, ആ ആത്മബന്ധമാണ് അശ്വനിദേവ് കേരളം മുഴുവൻ സൃഷ്ടിച്ചത്. അദ്ദേഹം ഒരു കലാകാരനും സാഹിത്യകാരനും അല്ലെങ്കിൽ എഴുത്തുകാരനും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ സാഹിത്യവും കലയും ഒക്കെയുള്ള ആളുകൾക്ക് സംഘടനാ പ്രവർത്തനം വഴങ്ങുമോ എന്നുള്ളൊരു സംശയം പലപ്പോഴും ഞങ്ങളിൽ ചിലരുടെയൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് സംഘടനാ ചുമതലകൾ ഏതൊക്കെ തരത്തിൽ ഏൽപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് അടക്കം ഒരു സംശയമുണ്ടായിരുന്നു. കാരണം പൊതുവെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനകളിലുമൊക്കെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയായിട്ടുള്ള രീതിയിൽ പോകണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അശ്വനിദേവിന് അത് വഴങ്ങുമോ എന്നുള്ളൊരു സംശയം ഇടക്കാലത്ത് പലർക്കും തോന്നി. അങ്ങനെ അശ്വനിദേവ് ശരിയാവും. പക്ഷേ അശ്വനിദേവിന് ആലപ്പുഴ ജില്ലയുടെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ചുമതല നിശ്ചയിച്ചപ്പോൾ ആ കാര്യത്തിലും അശ്വനിദേവ് തനിക്ക് വഴങ്ങാത്തതല്ല ഈ പ്രവർത്തനം എന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ സാധാരണ ആലങ്കാരികമായിട്ട് ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പലരെക്കുറിച്ചും പറയാറുണ്ട്. അങ്ങനെ ആലങ്കാരികമായിട്ടാണ് പലരെക്കുറിച്ചും പറയാറുള്ളതെങ്കിൽ അശ്വനിദേവിനെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കുന്നത് അക്ഷരാർത്ഥത്തിലാണ്. ഏതൊക്കെ മേഖലകളിൽ കൈവച്ചുവോ ആ മേഖലകളിലൊക്കെ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര അശ്വനിദേവ് പതിപ്പിച്ചു. അതേസമയത്ത് എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനം അത് മുടങ്ങാതെ നടന്നുപോയി ഇവിടെ നിന്ന് ശബരിമല വരെ നടന്നു പോകുമായിരുന്നു. അതിനു പുറമെയാണ് രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സത്രങ്ങൾ. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആ സത്രം, അതിൻ്റെ സംഘാടനവും ആ ദിവസങ്ങൾ പൂർണ്ണമായും അവിടെ ചെലവഴിച്ചുകൊണ്ട് ആധ്യാത്മിക മേഖലയിൽ രാമകൃഷ്ണ പരമഹംസരുടെ ചിന്തകളും വീക്ഷണങ്ങളും അത് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അങ്ങനെയുള്ള ഒരു ഏത് മേഖലയിൽ ഏത് തരത്തിലാണ് അശ്വനിദേവിനെ പരിചയപ്പെടുത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ നേതാവാണ്. സാഹിത്യവും കലയും മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ BJP സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നത് അശ്വനിദേവിൻ്റെ അനൗൺസ്മെന്റ് വേണം എന്നുള്ളതായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അശ്വനിദേവ് BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊടുത്തയക്കുമായിരുന്നു. 2011 BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം മഞ്ചേശ്വരം തൊട്ട് തിരുവനന്തപുരം വരെ ഒരു പദയാത്ര ഞാൻ നടത്തിയിരുന്നു. ആ പദയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് വാഹനത്തിലെ അനൗൺസ്മെന്റ് പൂർണ്ണമായും എന്ന് പറയാൻ കാരണം ഏതാണ്ട് 42 ദിവസത്തെ പദയാത്രയാണ്. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരേ അനൗൺസ്മെന്റ് ആയിരുന്നില്ല. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് ആ അനൗൺസ്മെന്റിൽ മാറ്റം വരുത്തുമായിരുന്നു. ആ യാത്രക്കിടയിലാണ് പാലക്കാട് ശശീന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ശശീന്ദ്രന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആ അനൗൺസ്മെന്റിൽ വന്നു. അപ്പോൾ അനൗൺസ്മെന്റ് ഒരു സ്റ്റാറ്റിക് അല്ല, അനൗൺസ്മെന്റ് ഡൈനാമിക് ആണ്.
ഇന്ന് പറയുന്നത് തന്നെ നാളെ പറയണമെന്ന് നിർബന്ധമില്ല. നാളത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നാളെ പറയും, മറ്റന്നാൾ അന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് പറയും. അങ്ങനെയുള്ള ഒരു കല, അതും ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ ജനം TV ശബരിമലയിൽ തത്സമയ സംപ്രേഷണം നടത്തിയപ്പോൾ, മകരവിളക്കിന്റെ സംപ്രേഷണം നടത്തിയപ്പോൾ, ആ സംപ്രേഷണം നടത്താനും കണ്ടെത്തിയത് അശ്വനിദേവൻ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലുള്ള വിവിധ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരാൾ ഇത്ര പെട്ടെന്ന് നമ്മളെല്ലാവരെയും വിട്ടുപോകും എന്നാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഡോക്ടർമാരെ അന്ന് ലേക്ക് ഷോറിൽ കിടന്നപ്പോൾ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അപകടനില തരണം ചെയ്തു, പക്ഷേ തിരിച്ച് ജീവിതത്തിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം മെഡിക്കലി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ അത് എന്ന് സംഭവിക്കും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഏത് നിമിഷവും സംഭവിക്കാം. വേണമെങ്കിൽ നാളെ ഇത് ശരിയാവാം, നേരെയാവാം, ഒരുപക്ഷെ ഒരു മാസം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാകാം. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് പഴയ സുഹൃത്തുക്കളായിരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ മാറി മാറി ആശുപത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും പിന്നീട് അമൃതയിൽ കിടന്ന സമയത്തും ഒക്കെ അശ്വനിദേവിനെ ചെന്ന് കണ്ട് പഴയ ഓർമ്മകൾ, ആ ഓർമ്മകളും അനുഭവങ്ങളും സംസാരിച്ച് അശ്വനിദേവിന്റെ മനസ്സിനെയും ശരീരത്തെയും കാലികമായിട്ടുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ധാരാളം ആളുകൾ പരിശ്രമിച്ചു. കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അശ്വനിദേവ് പ്രവർത്തിച്ചിരുന്ന കാലത്ത്, വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്ന അന്നു മുതൽ ഇന്ന് വരെ ആ സൗഹൃദം നിലനിർത്തി പോരുന്ന നിരവധി ആളുകൾ. ശനി ഞായറും ഞാൻ അവധിയാണ്, ഞാൻ വേണമെങ്കിൽ പോകാമെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് സ്വയം സന്നദ്ധത കാണിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അങ്ങനെ സമയം സ്വയം കണ്ടെത്തി അശ്വനിദേവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെയൊക്കെ ഇടയിൽ എത്രമാത്രം വൈബ്രന്റ് ആയിട്ട് അശ്വനിദേവ് അതിനു മുൻപ് ജീവിച്ചിരുന്നുവോ അതേ വൈബ്രൻസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ പ്രവർത്തിച്ചു. പക്ഷേ അത് ഫലവത്തായില്ല. കായംകുളത്തെക്കുറിച്ചും താൻ ജീവിക്കുന്ന പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ വികസനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഹരിപ്പാട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആശയം, ഹരിപ്പാടിനെ ഒരു ക്ഷേത്ര നഗരമാക്കാൻ ഞാൻ പരിശ്രമിക്കും. കാരണം ക്ഷേത്ര നഗരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ പണിയുക എന്നുള്ളതല്ല. ക്ഷേത്ര നഗരം എന്നുള്ളതിന്റെ അർത്ഥം ആ ക്ഷേത്രത്തിന് കിട്ടുന്ന പ്രാധാന്യത്തിലൂടെ, അവിടെ വരുന്ന തീർത്ഥാടകരിലൂടെ ആ പ്രദേശത്തിന്റെ സർവതോന്മുഖമായിട്ടുള്ള വികസനവും പുരോഗതിയും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നാടിന്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള, മറ്റ് താല്പര്യങ്ങൾക്ക് അതീതമായി നാടിന്റെ വികസനത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു ശ്രീ അശ്വനിദേവ്. ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളം മുഴുവൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളം മുഴുവനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും ഓർക്കുക, ഈ തവണ അശ്വനിദേവിന്റെ ശബ്ദം നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ 10 വർഷത്തെ സദ്ഭരണത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗമായിട്ട് അശ്വനിദേവിന്റെ ശബ്ദം, അശ്വനിദേവിന്റെ ആശയങ്ങൾ ഇല്ലല്ലോ എന്നുള്ളത് നേരിട്ടറിയുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള
ലക്ഷക്കണക്കിന് ആളുകൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ അത് അവരെ സ്പർശിക്കുന്ന ഒരു ഓർമ്മയായിട്ടുമില്ല. അനുഭവങ്ങളും ഉദാഹരണങ്ങളും നിരവധി പറയാനുണ്ട്. പക്ഷേ വേദിയിൽ ഈ പ്രദേശത്തെയും അതോടൊപ്പം ശ്രീ AR മോഹൻജിയെ പോലെ എറണാകുളത്ത് നടക്കം വന്നിട്ടുള്ള ആളുകൾ ഇരിക്കുന്ന ഈ വേദിയിൽ അവർക്കെല്ലാവർക്കും എന്നെ പോലെ തന്നെ ധാരാളം കാര്യങ്ങൾ അശ്വനിദേവിനെ കുറിച്ച് പങ്കുവെക്കാനുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു വിട പറഞ്ഞ ഒരു സുഹൃത്തിനോട്, വിട പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടമ, ആ കടമ ആ വിട പറഞ്ഞ സുഹൃത്ത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചിരുന്നത്, ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം തുടരുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നിലവിലിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളാണ് ശ്രീ അശ്വനിദേവ് നടത്തിയിരുന്നത്. ആ പരിശ്രമങ്ങൾ തുടരുകയും നമ്മുടെ നാട്ടിലെ പൊതുരംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ സംശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അശ്വനിദേവിന്റെ ആശയങ്ങൾ. ആ ആശയങ്ങൾ അദ്ദേഹം ഏത് ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവോ ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം തുടരാൻ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആ പോരാട്ടം സാർത്ഥകമാക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അശ്വനിദേവന്റെ സ്മരണകൾക്ക് മുന്നിൽ ഒരുപിടി ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അനുസ്മരണ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട മുൻ മിസോറം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവരുടെ ആദരവോട് ക്ഷണിക്കുന്നു. ഈ പ്രൗഢമായ വേദിക്കും സദസ്സിനും വളരെ വിനീതമായ നമസ്കാരം. അശ്വനിദേവ് എന്നൊരു ഓർമ്മയാണ്. ജ്വലിക്കുന്ന, പ്രകാശം പരത്തുന്ന, ഏവർക്കും ചൂടും വെളിച്ചവും പകരുന്ന ഒരാദർശ ദീപമാണ് അടഞ്ഞുള്ളത്. നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകർ അത്യാവശ്യം ജീവിതത്തിൽ പാലിച്ചിരിക്കേണ്ട എല്ലാവിധ കഴിവുകളും മാനദണ്ഡങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ആ ഒരു മഹാത്മാവിനെ വാക്കുകൾ കൊണ്ട് ചെല്ലിക്കാനാണ്. അശ്വനിദേവ് ഒരു അനുഭവമാണ്, ഒരനുഭൂതിയാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിൽ അദ്ദേഹവുമായി ഇടപെട്ടുകൊണ്ട് നമുക്കെല്ലാം ലഭിച്ച പ്രേരണയും പ്രചോദനവുമുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്നാനം. മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയില്ല. അവരുടെ മരണശേഷം അവരില്ലാതായിരിക്കുമ്പോഴാണ് അവരുടെ സാന്നിധ്യം നമുക്കില്ലല്ലോ എന്ന പരിവേദന, നഷ്ടബോധം
നമുക്കെല്ലാം ഉണ്ടാകും. അങ്ങനെ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം അവർ ജീവിച്ചത് അവർക്ക് വേണ്ടിയല്ല. വ്യക്തിപരമായ ഒന്നും നേടിയെടുക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിക്ഷിപ്തമായ ഏതെങ്കിലും താൽക്കാലികമോ ക്ഷണികമോ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല അവർ ജീവിച്ചത്. അവർ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അശ്വിനി ദേവ് എന്നും നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ജ്വലിക്കുന്ന ഓർമ്മയായി, അതൊരു ദീപ്തസ്മരണയായി നിലകൊള്ളുവാനുള്ള കാരണമതെന്ന് ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലം പലവിധ വിഷയങ്ങളിലും ഇടപെട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടയായിട്ട് ഒരിക്കൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ഈ കായംകുളത്ത് ശ്രീരാമകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുമ്പോൾ അന്നത്തെ മുഖ്യ പ്രഭാഷണം പ്രൊഫസർ അച്യുതൻ സാർ സ്വാഗതം ആശംസിച്ചത് അശ്വിനി ദേവാണ്. അശ്വിനി ദേവിന് സ്വാഗതമാണെങ്കിലും ഒരാമുഖ പ്രസംഗം എന്നുള്ള നിലയ്ക്ക് ഉള്ള സ്വാതന്ത്ര്യം സംഘാടകർ നൽകിയിരുന്നു. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് ആ സ്വാഗത പ്രസംഗത്തിൽ 40 മിനിറ്റ് അശ്വിനി ദേവി പ്രസംഗിച്ചെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറയുന്ന ആ ഒരു മഹാ വ്യക്തിത്വത്തെ എത്ര ഭംഗിയായി, സരളമായി, ലളിതമായി ആ മാർഗ ഉപദേശങ്ങളും വചനാമൃതവും ഒക്കെ അന്ന് കൂടിയിരുന്നവരുടെ മുമ്പിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇപ്പോഴും ഓർക്കുകയാണ്. അതിനുശേഷം പ്രൊഫസർ അച്യുതൻ മാഷ് പറയുന്നു, ഇനി എനിക്കൊന്നും പറയാനില്ല, കാരണം അശ്വിനി ദേവ് എല്ലാം പറയുന്നു. ഈ ചെറുപ്പക്കാരന് ശ്രീരാമകൃഷ്ണദേവനെ പോലൊരു ആളിനെക്കുറിച്ച് ഇത്ര വാചാലമായി എങ്ങനെ സംസാരിക്കുന്നു? വളരെ തിരക്കിട്ട പരിപാടികളുമായിട്ട് നടക്കുന്ന ഇദ്ദേഹം ഈ വചനാമൃതം 3 ഭാഗങ്ങൾ എങ്ങനെ വായിച്ചു? അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ ആരെല്ലാം അതിഥികൾ അവിടെ എത്തിയാൽ അശ്വിനി ദേവ് അവരോടൊപ്പമുണ്ട്. അവരെ പരിചയപ്പെടുത്താൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ, അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ ഒരാധ്യാത്മിക ധാർമ്മിക പ്രഭാഷണം അനായാസേന നടത്താൻ ഒന്നും അശ്വിനി ദേവിന് യാതൊരു മടിയുമില്ലായിരുന്നു. അങ്ങനെ ആധ്യാത്മിക രംഗം, ധാർമ്മിക രംഗം അദ്ദേഹം എങ്ങനെയാണ് ഇത്ര ഭംഗിയായി പിടിച്ചടക്കിയത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകർ, ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം നടത്തുന്നവർ ആധ്യാത്മികമായും ഉയർന്ന നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. അശ്വിനി ദേവ് ഒരു സാധകനായി ജീവിതത്തിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ഉപാസനയും സാധനയും വെച്ചു പുലർത്തിയിരുന്നതാണ്. എല്ലാ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നു. ഇനി ആ രംഗം കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ കഴിയില്ല. അനിൽ പനച്ചൂരാൻ എന്ന ഒരു യുവകവി മരണപ്പെട്ടപ്പോൾ അശ്വിനി ദേവ് എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് മാത്രമല്ല, ഈ കാവ്യലോകത്ത് ഇരുട്ട് പരത്തിക്കൊണ്ട് ഇവിടെ ഒരു വെളിച്ചം നമുക്ക് നഷ്ടപ്പെട്ടു. അനിൽ പനച്ചൂരാൻ അനുശോചന യോഗം ഇവിടെ നിശ്ചയിച്ചു കായംകുളത്ത് വെച്ച് നടന്നു. അന്നും ആമുഖ പ്രഭാഷണം നടത്തിയത് അശ്വിനി ദേവാണ്. ഒരു കവിയുടെ ഭാവനാവിലാസം എത്ര വളരെ അക്ലിഷ്ട മധുരമാണ് അശ്വിനി ദേവ് അന്ന് കൂടിയവരുടെ മുമ്പിൽ വിവരിച്ചു. അനിൽ പനച്ചൂരാൻ എന്ന കവി എഴുതിയിരിക്കുന്ന എല്ലാ കവിതകളും പഠിച്ച് മനസ്സിലാക്കി ആ കവിയെക്കുറിച്ച് മാത്രമേ കേരളത്തിലെ വിവിധ രംഗങ്ങളിൽ ശോഭിക്കുന്ന ഉജ്ജ്വല വ്യക്തിത്വങ്ങൾ
അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അവതരിപ്പിച്ചു. അപ്പോൾ സാഹിത്യരംഗത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മികച്ച കഴിവ്, വളരെ ചെറുപ്പകാലത്ത് തന്നെ ഇതെല്ലാം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് അങ്ങനെ കഴിയുന്നു എന്ന് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമാണെന്ന് നോക്കിക്കാണാൻ കഴിയും. ഇത് സാഹിത്യരംഗം. ഇനി അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അയ്യപ്പ സമ്മേളനങ്ങൾ, സംഗമങ്ങൾക്ക് മണ്ഡലപത മകരവിളക്കിനകത്ത് നടത്തണം. ഞാനന്ന് അശ്വിനെ വിളിക്കും, പല യോഗങ്ങളിൽ സംസാരിക്കാം. എന്നെയും ഇവിടെ ഈ കായംകുളത്തുള്ള ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു കുടില് കെട്ടി 41 ദിവസം വ്രതം നോക്കി അവിടെ തന്നെ വന്ന് കിടന്നുറങ്ങുക, അവിടെ കൊണ്ട് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ച് അവിടെ കഴിയുക, സന്ധ്യയാകുമ്പോൾ അതിൽ പരമ നടത്തുക, പ്രഭാഷണം നടത്തുക, ഇത് ആർക്ക് സാധിക്കും? എന്നിട്ട് ഇവിടെ നിന്ന് നടന്നു പോകും. ഇതൊരു അസാമാന്യമായ ഒരു കഴിവ് തന്നെയാണ്. അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ തൊട്ട് തന്നെ നടന്ന് പലയിടങ്ങളിലും ഞാനപ്പോൾ ചോദിക്കാറുണ്ട്, ഇനി അടുത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തെക്കുറിച്ചോ താമസിക്കുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ചിന്തിച്ചു? അതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ല. അതൊക്കെ ഭഗവാൻ തന്നുകൊടുക്കും. ഒരു ധീരനായ ഒരാളിൽ മാത്രമേ എന്നെ പറയാൻ, എന്തും വരട്ടെ, ഏത് പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി നട്ടല് നിവർന്ന് നെഞ്ചു വിരിച്ച് അതിനെല്ലാം സ്വാഗതം ചെയ്ത് അതിൽ രമിച്ച് അതിൽ സന്തുഷ്ടനായിരിക്കാൻ ആർക്കാ കഴിയുക? പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിൻ്റെ മുന്നിൽ പുഞ്ചിരിച്ച് നിൽക്കാനും അതിനെ യാതൊരുവിധ മനഃചാഞ്ചല്യവും കൂടാതെ തൻ്റെ ഇടത്തോടുകൂടി അതിജീവിക്കാനുള്ള വെമ്പൽ ഒരു ഹൃദയത്തിലുണ്ടാവുക, മുന്നോട്ടേക്ക് കുതിക്കാനുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹം ഉണ്ടാവുക, ഇതൊരു ഉജ്ജ്വല വ്യക്തിത്വത്തിന് മാത്രമേ സാധിക്കൂ. ഞാൻ ദീർഘിപ്പിക്കുന്ന ഒട്ടേറെ ആളുകൾ സംസാരിക്കാം. അശ്വിനി ദേവ്, ഇന്ന് നമുക്ക് ആ നാമം ഒരുപക്ഷെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഒരു വികാരം. പക്ഷേ ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം. പക്ഷെ അദ്ദേഹം കാട്ടിത്തന്നൊരു പാതയും അതേത് പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ പറ്റുന്ന ആദർശാധിഷ്ഠിതമായൊരു ജീവിതം, ആദർശത്തിനും ആശയത്തിനും ആണ് അദ്ദേഹം പ്രാമുഖ്യം. വിയോജിക്കുന്നവരും എതിർക്കുന്നവരുമായി ഒരു സൗഹൃദം വെച്ചു നിർത്താൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയും? ഇവിടെ തന്നെ എത്രയോ ആളുകൾ വിവിധ രംഗങ്ങളിൽ മണ്ഡലങ്ങളിൽ വേദികളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. അവർക്കെല്ലാം ഇവിടെ ഒരുമിച്ച് ഒരു ഹാളിൽ വന്നിരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? എല്ലാവരുടെയും ഹൃദയങ്ങളെ തമ്മിൽ കോർത്തിണക്കാൻ കഴിയുന്ന ഒരു ചരടുണ്ടായതുകൊണ്ടാണ്. ആ ചരടാണ് അശ്വിനി ദേവ്. എല്ലാവരെയും ഒരുമിപ്പിക്കാനും എല്ലാവരോടുമായി സൗഹൃദം പങ്കുവെക്കാനും എല്ലാവരുടെയും ദുഃഖങ്ങളിൽ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം പെരുമാറാനും എല്ലാവരിലും ഒരുവനായി നിന്നുകൊണ്ട് എല്ലാവരുടെയും സ്വന്തമായി തീരാനും ഒക്കെ സാധിക്കണമെങ്കിൽ അത് ഒരു അസാധാരണമായ കഴിവ് തന്നെ. ആ ദീപ്ത ധന്യ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത കാര്യകാരി സദസ്യൻ ശ്രീ AR മോഹനൻ അവരുടെ മോഹൻജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നുള്ളത് വേദനാജനകമായ കാര്യം. അതിലേറെ തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു സഹപ്രവർത്തകൻ്റെ വേർപാടിൽ അനുസ്മരിക്കേണ്ടി വരുന്നത്
തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു സഹപ്രവർത്തകന്റെ വേർപാടിൽ അനുസ്മരിക്കേണ്ടി വരുന്നു. വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ചും അശ്വിനി ദേവിൻ്റെ അപ്രതീക്ഷിതമായ അകാലത്തിലുള്ള വേർപാട് രോഗിയായി മാറാരോഗിയായി കിടന്ന് മരണം മാത്രത്തിലെത്തുന്ന ചിലപ്പോൾ പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മെ വിട്ടുപോകാറുണ്ട്. പക്ഷെ അശ്വിനി അങ്ങനെയല്ല. വളരെ സജീവമായി പ്രവർത്തന രംഗത്ത് നിലനിൽക്കുമ്പോൾ അവിചാരിതമായി ഉണ്ടായിട്ടുള്ള അപകടം, അവിചാരിതം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപക്ഷെ വിധി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവരിൽ ഭവിക്കണം, ഇന്ന കാലം വരയണം, അവശത ഭവിക്കണം, അർത്ഥനാശം വരയണം, ഇത് വിധി വിധിച്ചത് ഈ പ്രാണികൾക്കൊക്കെയും ഹിതമെങ്കിലും ലംഘ്യമില്ലേതുമേ എന്ന് കവി പറഞ്ഞു. വിധിയാണ്. ആ തരത്തിൽ വിധി നമ്മളെ കയ്യിൽ നിന്നും അശ്വിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു ഓർമ്മയാണ് നമുക്കെല്ലാവർക്കും. വളരെ അടുത്ത് അശ്വിനിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന കാര്യവാഹ അഥവാ ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം രാജനൈതിക ക്ഷേത്രത്തിൽ BJPയുടെ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രമുഖ കാര്യകർത്താവായി പ്രവർത്തിക്കുന്ന അവസരമാണ്. ഒരേ ആശയപ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ഞാൻ വരുമ്പോൾ നടക്കുന്ന പല യോഗങ്ങളിലും അശ്വിനിയും അതിൽ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് സുനാമി ഇവിടെ വന്ന സമയത്ത് സുനാമിയുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഒരു ഓഫീസ് തുറക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ സുനാമി ബാധിതരെ സഹായിക്കാൻ അന്ന് നമ്മൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അശ്വിനി ആ പ്രവർത്തനത്തിലൊക്കെ വലിയ താങ്കും തണലുമായിട്ടന്ന് നിറഞ്ഞു നിന്നത് ഞാൻ അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിനും അത് തുറന്നുള്ള പല കാര്യങ്ങൾക്കും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ അതിനൊക്കെ തന്നാലാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിത്രയുടെ മനസ്സ്. ആ തരത്തിൽ ബാക്കി നേരത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം കൂടി എനിക്കുണ്ടായ ഒരു വികാരം, രാഷ്ട്രീയത്തിൽ ശത്രുക്കളുണ്ടാവും, രാഷ്ട്രീയത്തിൽ എതിരാളികളുണ്ടാവും. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവര് രാഷ്ട്രീയമായി എതിർപക്ഷത്തായിരിക്കാം. പക്ഷെ രാഷ്ട്രീയത്തിൽ ശത്രുക്കൾ, ശത്രുതാ മനോഭാവം അത് ഭൂഷണമാണ്. പലപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ എതിരാളികളെ ശത്രുക്കളായി കാണുകയും അവരെ വ്യക്തിഹത്യ നടത്താൻ വരെ മടിയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണാം. അതുകൊണ്ട് അവർ മനസ്സാ വാച കർമ്മണ അറിയാത്തതോ ആയ കാര്യങ്ങൾ പോലും അവരുടെ പേരിൽ ആരോപിച്ച് അവരെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതാണ് തങ്ങൾക്ക് വളരാനുള്ള നിലനിൽക്കാനുള്ള സാഹചര്യം എന്ന രീതിയിലാണ് പലപ്പോഴും രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്. വ്യക്തിഹത്യ, അതിന് കുറച്ചുകൂടി സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ വിഗ്രഹഭഞ്ജനം. ഒരു വ്യക്തി അയാളുടെ നിരവധി കാലത്തെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിത്വത്തെ ചെളിവാരി എറിഞ്ഞ് വിഗ്രഹഭഞ്ജനം നടത്തൽ
രാഷ്ട്രീയ കലയായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആദർശത്തിന്റെ വിശുദ്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ എല്ലാവരുമായും കൈകോർക്കാനും എല്ലാവരുമായും സഹകരിക്കാനും ആത്യന്തികമായി നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിന്റെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആയിരിക്കണം. അതിന് കക്ഷി രാഷ്ട്രീയ ഭേദത്തിനപ്പുറത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തിക്കൊണ്ടൊരു കൗൺസിലർ എന്ന രീതിയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അശ്വിനി. അത് ബാക്കി രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമാകേണ്ടതാണ്. എല്ലാവരുമായും സഹകരിക്കാൻ കഴിയുകയും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം അത് ശത്രുസംഹാരത്തിലേക്ക് പോകാതെ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഉള്ളിൽ തന്നെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായാലും പോലും തെറ്റില്ല. ആത്യന്തികമായി സമൂഹത്തിന്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി പരസ്പരം ഒന്നിച്ചു നിൽക്കാൻ കഴിയുക. ആ ഒരു ദൃഷ്ടികോണം ശ്രീ അശ്വിനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരിലും ഇവിടെ സംസാരിച്ച ആൾക്കാരുടെ വാക്കുകളിൽ നിന്നും കൂടുതലായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് നമുക്കെല്ലാവർക്കും മാതൃകയായി തീരുന്ന പ്രേരണയായി തീരുന്ന ഒന്നായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുസ്മരണത്തിൽ നിശ്ചയമായും അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് അതൊരു വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമാണ്. അശ്വിനിയുമായി ഞാൻ ഇടപെട്ട സമയത്തൊക്കെ അദ്ദേഹവുമായി സംവദിക്കാൻ കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം കായംകുളത്തെ ഒരു വാർഡിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഒരു മേഖലയുടെ സംഘടനാ ചുമതല വെച്ച് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വപ്നം ഭാരതത്തിന്റെ വൈഭവം. സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ വിശ്വഗുരു ഭാരതം, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി തീരുന്ന ഒരു ഭാരതം. ആ ഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് താനും ചെയ്യുന്ന പ്രവർത്തനം. തനിക്കെന്തെങ്കിലും നേടാനോ തനിക്കെന്തെങ്കിലും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനോ അല്ല, മഹത്തായ ഒരു ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന ബോധ്യത്തോടുകൂടിയാണ് അദ്ദേഹം ചിരഞ്ജീവി ഭാരതത്തിന്റെ വൈഭവപൂർണമായ ഭാവിയിലേക്കുള്ള മാറ്റം, ശ്രേഷ്ഠ ഭാരതത്തിന്റെ സൃഷ്ടിയിലേക്കാണ് നാം നീങ്ങുന്നത്. അതിൽ ഇനിയും എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ അശ്വിനിക്ക് കഴിയുമായിരുന്നു. കാരണം 50 സാക്ഷാത്കാരത്തിനായി ദേവിന് ആദരാഞ്ജലികൾ, 1000 ആദരാഞ്ജലികൾ